പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത 5ാം ക്ലാസ് പൊതുപരീക്ഷ അഖീദ മുഴുവൻ മാർക്കും നേടി ടോപ്പ്ലസ് കരസ്ഥമാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ചോദ്യത്തിൻ്റെ മോഡൽ ഏത് രൂപത്തിലാണ് ഉണ്ടാവുക? മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറപ്പായും നമുക്ക് നല്ല മാർക്ക് നേടാം. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ നടന്ന ചോദ്യ പേപ്പറുകൾ ഉത്തരസഹിതം ഒന്ന് വായിച്ച് പരിചയപ്പെടാം. ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത് യോജിച്ചവ എടുത്തെഴുതുക എന്നുള്ളതാണ്. താഴെ 5 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. 5 ചോദ്യങ്ങൾക്കും യോജിച്ച ഉത്തരം ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. ഓരോന്നിനും നേരെ ശരിയായത് എടുത്തെഴുതുക. ഒന്നാമത്തത് എല്ലാ കഴിവുകളുടെയും ഉടമ അല്ലാഹു. വളരെ എളുപ്പമാണ്. 2 മരിച്ചവരെ ജീവിപ്പിക്കൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. 3 അതിഗുരുതരമായ അതിക്രമം ഷിർക്ക് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുക. 4 ഔലിയാക്കൾ. യോജിച്ചത് ഏതാണ്? കറാമത്ത് എന്നുള്ളതാണ്. 5 തീ ഗുണ്ടാരവുമായി ഇവിടെ യോജിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അവരെ തീഗുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട ചരിത്രം നമ്മൾ പഠിച്ചതാണ്. ഇനി രണ്ടാമത്തതിലേക്ക് വരുമ്പോൾ ശരി അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യമാണ്. ഇതിലും 5 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓരോ ചോദ്യത്തിൻ്റെ നേരെ ബ്രാക്കറ്റിൽ 3 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ശരിയായ ഉത്തരത്തിൽ നമ്മൾ ടിക്കിട്ട് മാർക്ക് ചെയ്യാനാണ്. ഒന്നാമത്തത് ഈജിപ്തിലെ ഗവർണർ ഉമർ ബിനുൽ ഖത്താബ് എന്നും അംർ ബിനുൽ ആസ് എന്നും അലി റളിയല്ലാഹു അൻഹു 3 നൽകിയിട്ടുണ്ട്. ശരിയായത് അംർ ബിനു ആസാണ്. അതിൻ്റെ നേരെ നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. 2 അൽ ഖുലഫാ ഉർ റാഷിദൂൻ 25, 10, 4 എന്നുള്ളതാണ് ശരിയായത്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, അലി നമ്മൾ പഠിച്ചു വെക്കണം. മൂന്നാമത്തത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു. മുആദ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, തുൽഹ റളിയല്ലാഹു അൻഹു. ഏതാണ് ശരിയായത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. 4 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് കഅബ, ഇസ്രാ മിഅ്റാജ്, ഖുർആനാണ് ശരിയായത്. 5 നൈൽ നദിക്ക് കത്തെഴുതി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഉത്തരം. അതാണ് ശരിയായത്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മളതിനെ ശരി അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള വൺ വേർഡ് ചോദ്യങ്ങൾ നമുക്ക് പല രൂപത്തിലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പാഠഭാഗം എല്ലാവരും നന്നായി പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇനി മൂന്നാമത്തത് ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല മദ്രസാപരമായ വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് നൽകുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ കമൻറ്റിലൂടെ അവസാനം എഴുതി അറിയിക്കുകയും ചെയ്യുക. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ വരാനുണ്ട്, നഷ്ടമാവാതിരിക്കട്ടെ. 1 കറാമത്ത് എന്നാൽ എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മൾ എഴുതി കൊടുക്കണം. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത്. അസാധാരണ എന്ന് പറഞ്ഞാൽ സാധാരണ നടക്കുന്നതല്ല, സാധാരണയ്ക്ക് വിരുദ്ധമായി നടക്കുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത്. അതും ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന. പ്രത്യേകം മനസ്സിലാക്കുക. ഏറെക്കുറെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഇനി വായിക്കുന്നതൊക്കെ. 2 ഇബാദത്ത് എന്നാൽ എന്ത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന. അപ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ആരാധന കൊണ്ടും ഉദ്ദേശിക്കുന്നത് അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ, കഴിവിൻ്റെ പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് എന്ന്. ഇനി മൂന്നാമത്തത് ആരാണ് അംബിയ മുർസലുകൾ? അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസൽ. പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. 4 ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്തെല്ലാം? ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക.
ഖുർആൻ നോക്കിയിട്ടും അതുപോലെ തന്നെ നബിയുടെ ചര്യകൾ അഥവാ സുന്നത്ത്, പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഇജ്മാഇൽ വരുന്നത്. ഖിയാസ് എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്യുമെങ്കിൽ അതുപോലത്തെ മറ്റ് കാര്യങ്ങളും പറ്റുമല്ലോ എന്ന നിലക്കുള്ളതാണ് ഖിയാസ്. അപ്പോൾ ഈ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഇതനുസരിച്ചാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് പ്രമാണങ്ങളായി മാറുന്നത്. അഞ്ചാമത്തത് തൗഹീദ് എന്നാൽ എന്ത്? അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ് എന്ന വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. അള്ളാഹു ദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശരീരം, അള്ളാഹുവിൻ്റെ ആ സത്ത ഏതൊരു മനുഷ്യരുടെ രൂപത്തിലല്ല അള്ളാഹിൻ്റെ ശരീരമുള്ളത്. അപ്പോൾ അള്ളാഹ്ക്ക് ഏത് രൂപത്തിലാണോ ശരീരം ആ ദാത്തിലും, സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങൾ, നമ്മൾ കാണും അള്ളാഹും കാണും, പക്ഷേ അള്ളാഹുയുടെ കാണൽ വേറെ വിശേഷണമാണ്, വേറെ രൂപത്തിലാണ്, നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്താണ് അള്ളാഹിൻ്റെ കാഴ്ച. അപ്പോൾ സിഫാത്തിലും പിന്നെ അഫ്ആലിൽ നമ്മൾ പ്രവർത്തിക്കും, അള്ളാഹുവും ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കും, നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹുവും ചെയ്യും. പക്ഷേ നമ്മുടെ ചെയ്യലിനൊരു പരിധിയുണ്ട്, അത് ന്യൂനതയുള്ളതാണ്, അള്ളാഹുവിൻ്റെത് പരിപൂർണമായതാണ്. ഇതിലെല്ലാം അള്ളാഹു ഏകനാണ് എന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ വർഷവും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ 5 ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വട്ടം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു വട്ടം കൂടെ കേട്ട് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇനി 4-മത്തത് വ്യക്തമാക്കുക എന്ന ചോദ്യമാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 2 ഭാഗങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ കാര്യത്തിലെടുക്കാം. അതിൽ 1-മത്തത് ഷിർക്ക് എന്ന് വ്യക്തമാക്കാനാണ്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം, ഇതാണ് ഷിർക്കിൽ വരുന്നത്. അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം. ഇനി മുഅ്ജിസത്ത് എന്ന് പറയുന്നത് എന്താണ്? പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങൾ. അപ്പോൾ ഒരാൾ മരിച്ച ആളെ ജീവിപ്പിക്കുക, ഇത് അള്ളാഹു അവർക്ക് കൊടുത്ത ഒരു അസാധാരണമായ കഴിവാണ്. എന്തിനാണ്? ഇവർ പ്രവാചകന്മാരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങൾ. അത് സാധാരണ ആളുകൾക്ക് കഴിയില്ല. അങ്ങനത്തെ പല കഴിവുകളും, വടിയിട്ടാൽ പാമ്പാകുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുന്നു തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാരിലൂടെ വരുന്നതാണ് മുഅ്ജിസത്ത്. ഇനി അത് ഔലിയാക്കൾ, പണ്ഡിതന്മാരായ ഔലിയാക്കളിലൂടെ വരുമ്പോൾ കറാമത്തുമാകും. രണ്ടും വ്യത്യസ്തങ്ങളായി തന്നെ മനസ്സിലാക്കണം. പ്രവാചകന്മാരിൽ നിന്നാകുമ്പോൾ മുഅ്ജിസത്ത്, ഔലിയാക്കളിൽ നിന്നാകുമ്പോൾ കറാമത്ത്. 3-മത്തത് ഇജ്മാഅ്. ഇജ്മാഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായം. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഗവേഷണത്തിന് കഴിവുള്ള നല്ല പാണ്ഡിത്യമുള്ള ആളുകൾ ഗവേഷണം നടത്തി ഒരു വിഷയത്തിൽ ഏക തീരുമാനം വരുമ്പോൾ അത് ആ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഒരുമിച്ചു ഏകകണ്ഠേനയുള്ള അഭിപ്രായമായി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ അവർ ഏക അഭിപ്രായമായിട്ടുണ്ട്. അത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ വരുന്നു. അതാണ് ഇജ്മാഅ്. ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായം. അത് പല പല വിഷയങ്ങളിലായിരിക്കും, പല പല മസ്അലകളിലായിരിക്കും. ഇനി 4-മത്തത് റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ, അപ്പോൾ വാക്ക് എന്ന് പറയുന്നത് നാവുകൊണ്ട് പറയുന്ന, പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രവർത്തനങ്ങളാണ്, നിയ്യത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന കരുതലുകളാണ്. അപ്പോൾ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം, ഒരാൾ നിർബന്ധിപ്പിച്ചിട്ടല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കലാണ് റിദ്ദത്ത്. ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കലാണ്. അപ്പോൾ പ്രവൃത്തി കൊണ്ട് അവൻ എന്താണ്? ബഹുദൈവ ആരാധന, ബിംബങ്ങൾക്ക് പോയി ആരാധന അർപ്പിക്കുക. അല്ലെങ്കിൽ വാക്കുകൊണ്ട് അവൻ പറയും ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നിയ്യത്ത് മനസ്സിൽ അവന് കരുതുക, ഞാൻ ഇസ്ലാമിൽ നിന്ന് പോയി മറ്റൊരു മതത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിൽ കരുതുക. ഇതാണ് റിദ്ദത്ത്. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 5-മത്തത് ഓയിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓയിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാജർ വിളിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, അവൻ ഓയിബാണെന്ന് പറഞ്ഞാൽ അവന് മറഞ്ഞിരിക്കുകയാണ്, സ്ഥലത്തില്ല എന്നുള്ളതാണ്. ഇവിടെ ഓയിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്ത കാര്യങ്ങൾ, സൃഷ്ടികൾ
സാധാരണഗതിയിൽ അറിയാത്ത കാര്യങ്ങൾ. ഇപ്പം നമ്മളൊക്കെ സൃഷ്ടികളാണ്. നമുക്ക് സാധാരണ മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അറിയുക എന്നുള്ളതാണ് ഗൈബ് അറിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വായിച്ചതും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഒരു വട്ടം പഠിച്ചില്ലെങ്കിൽ മറ്റൊരു വട്ടം കൂടെ കേട്ട് പഠിച്ചു വെക്കുക. ഇനി സാരം എഴുതുക. 1. മൻ ആദാലി വലിയൻ ഫഖദ് ആദൈതുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അള്ളാൻ്റെ ഔലിയാക്കളോട് നമ്മൾ ശത്രുത വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളും അള്ളയും തമ്മിലായിരിക്കും പിന്നെ യുദ്ധം. അതാണ് എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അറബിയും ആശയവും പഠിക്കുക. 2. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. അപ്പം നമ്മൾ ഇവിടെ കൃഷി ചെയ്താൽ നമുക്ക് നാളെ പരലോകത്തത് കൊയ്തെടുക്കാൻ പറ്റും. അതാണ് ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും പഠിച്ചു വെക്കുക. 6 പൂരിപ്പിക്കാനാണ്. വകുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ. യസ്ബഹൂൻ എന്നാണ് അവിടെ വരിക. 2. ഇന്ന ഷൈത്താന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. മനുഷ്യർക്ക് ഷെയ്ത്താൻ അദുവുൻ ശത്രുവാണ്, മുബീൻ വ്യക്തമായ ശത്രുവാണ് ഷെയ്ത്താൻ. ഇനി 7 എണ്ണം എഴുതുക എന്നുള്ളതാണ്. ചോദ്യത്തിന് നേരെ ബ്രാക്കറ്റിൽ 3 എണ്ണം നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായത് നമ്മൾ തിരഞ്ഞെടുക്കണം. അതിലൊന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. 4 6 10 വേറെ ഉണ്ട്. ശരിയായത് 4. ഇനി സൂറത്തുൽ മക്കിയ, മക്കയിൽ ഇറങ്ങിയ സൂറത്തുകൾ എത്ര എണ്ണമാണ്? 114, 313, 86. ആകെ 114 സൂറത്തേ ഉള്ളൂ. അപ്പോൾ 313 എന്തായാലും അല്ല. അപ്പോൾ അതിൽ എന്താണ്? മക്കയിൽ ഇറങ്ങിയത് 86. സൂറത്തുൽ മദനിയ 3. അപ്പോൾ 114 നിന്ന് 86 കുറച്ചാൽ 28 കിട്ടും. അതാണ് ശരി ഉത്തരം. ഇനി 8 ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. പാഠം നന്നായി വായിച്ചവർക്ക് എളുപ്പമായിരിക്കും. 1. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം. 2. തൗഹീദിൻ്റെ സൂറത്ത് അൽ ഇഖ്ലാസ്. 3. എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ അവതരണം? 23 വർഷം കൊണ്ട്. 4. മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നതാര്? പിശാജ്. നല്ല ബോധമല്ല, ദുർബോധം. 5. പ്രതിഫലം നൽകപ്പെടുന്ന ലോകം ഏതാണ്? പരലോകമാണ്, ഇഹലോകമല്ല. ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് അഖീദയുടെ ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പൊതുപരീക്ഷയ്ക്ക് എവിടെ നിന്നാണ് ചോദിക്കുക എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. തുടക്കം മുതൽ അവസാനം വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകമായി നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഏറ്റവും കൂടുതൽ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങളിൽ നിന്നാണ് കൂടുതൽ ഉണ്ടാവുക. ആ ഭാഗങ്ങൾ കൃത്യമായി നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ അഖീദയിൽ വന്ന ആയത്തുകൾ, അർത്ഥങ്ങൾ, ഹദീസുകൾ, അതിൻ്റെ വ്യാഖ്യാനം, അതുപോലെ തന്നെ വൺ വേർഡ് ചോദ്യങ്ങൾ, എല്ലാ പാഠത്തിലെയും ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ ഇതെല്ലാം കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് ടോപ്പ്+ നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നല്ല വീഡിയോ ഇനിയും വരാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക. ഒരു ലൈക്ക് കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.